Friends. മോളെ മോളെ വരുന്നു അപ്പച്ചാ. എന്താ അപ്പച്ചാ? അമ്മച്ചിയാണോ തിരക്കുന്നത്? അതെ, ഇന്നലെയും നന്നായി ഉറങ്ങിയിട്ടില്ല. ചുമയുടെ ശബ്ദം ഞാനും കേട്ടായിരുന്നു അപ്പച്ചാ. 1-2 പ്രാവശ്യം ചുമച്ചതിനു ശേഷം പിന്നെ ചുമച്ച് കേട്ടില്ല. അതാ ഞാൻ വരാതിരുന്നത്. എന്നിട്ട് ആളെന്തിയേ? അമ്മച്ചി അടുക്കള വശത്ത് ഇരിപ്പുണ്ട് അപ്പച്ചാ. തണുപ്പല്ലേ മോളെ അവിടെ? ഞാനത് പറഞ്ഞപ്പോ അല്പം ശുദ്ധമായി ശ്വസിച്ചിട്ട് അകത്തേക്ക് വരാമെന്നാ പറഞ്ഞത്. ആ, ഏതായാലും അധിക നേരം ഇരുത്തണ്ട. ശരി അപ്പച്ചാ. ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചാ വരില്ല. അസുഖം പിന്നെ ചികിത്സിക്കാതെ മാറുമോ? അതിനു മാത്രമൊന്നും ഇല്ലെന്നാ അമ്മച്ചി പറയുന്നത്. അതെ അതെ, ഏതായാലും ഇന്നൂടെ നോക്കാം. ഞാൻ നേരത്തെ വിളിച്ചപ്പോ നീ എന്താ പ്രിൻസേ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വെച്ചത്? അത് മമ്മി വിളിച്ചിട്ടാ റോമക്സേ. ദൈവമേ, പ്രിൻസിന് ഇത്രയ്ക്ക് അനുസരണയോ? ആ, അങ്ങനെ നല്ല കുട്ടികൾ. അതൊന്നും അല്ലായിരുന്നു കാര്യം. പിന്നെന്താ? അത് ഗ്രാൻഡ്മയ്ക്ക് തീരെ വയ്യ. അപ്പോ ഗ്രാൻഡ്മയ്ക്ക് എന്തു പറ്റി? ആരും ഒന്നും പറഞ്ഞും കേട്ടില്ലല്ലോ. അത്രയ്ക്ക് കാര്യമായൊന്നുമില്ല, ചെറിയൊരു പനി. ഇപ്പോഴത്തെ പനിയാ, വന്നാൽ സൂക്ഷിക്കണം. ആര്? പനി അല്ലാതാരാ? ആ, അതൊരു പുതിയ അറിവാ. ഇവനെ ഞാൻ. നമുക്കെന്നാ ഗ്രാൻഡ്മയെ കാണാൻ പോയാലോ? അതിനു മാത്രം ഒന്നുമില്ല ഫ്രണ്ട്സ്, ചെറിയൊരു പനി. ആണല്ലേ? പിന്നല്ലാതെ. ഹലോ അച്ചായ, ഇത് ഞാനാ. ആഹാ, തോമസോ? അച്ചായൻ ഇറങ്ങുന്നില്ലേ? ആ, തോമസ് വായനശാലയിൽ എത്തിയോ? പിന്നെ ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയതാ തോമസേ. വീട്ടുകാരത്തിക്ക് നല്ല പനിയും ചുമയുമാ. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ അച്ചായ? എവിടെ, പറഞ്ഞാ കേക്കണ്ടേ. ഇന്നൂടെ നോക്കാമെന്നോർത്തിരിക്കുന്നു. വച്ചോണ്ടിരിക്കുന്നത് അബദ്ധമല്ലേ അച്ചായ? ഇക്കാര്യം കുറച്ചൊക്കെ വയ്യാതിരിക്കുന്നവരോട് നോക്കണ്ടേ? അത് ശരിയാ. ആ, അപ്പൊ തോമസേ, ഇന്ന് ഞാൻ വായനശാലയിൽ വരുന്ന കാര്യം സംശയമാണേ. ശരി അച്ചായ, നോക്കട്ടെ. ഒന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നോക്കാം. ആ, ശരി തോമസേ. ഇനി എന്താ നമ്മുടെ പ്ലാൻ? ഹോ, ഇന്ന് വെച്ചാൽ എന്ത് പ്ലാൻ പറഞ്ഞിട്ടുള്ള ആളാ? എന്തേ ആടത്തിന്റെ പ്ലാനിനൊരു കുഴപ്പം? നടപ്പിലാക്കാൻ പറ്റില്ലെന്നൊരു കുഴപ്പമേ ഉള്ളൂ. ഏതാടാ ഞാൻ പറഞ്ഞിട്ട് നടക്കാത്ത ഒരു പ്ലാൻ? നീ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കാര്യം പറയേ.
അതെ. ഇത് നിങ്ങൾ എന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് എന്നെ പ്രഷർ അടിപ്പിച്ചാൽ ഞാൻ എങ്ങനെ പറയാനാ? അവന്റെ ഒരു പ്ലാനിങ്. നിങ്ങളുടെ ഒരു കാര്യം, നമുക്കെന്നാ പിരിഞ്ഞാലോ? അപ്പോ ആദത്തിന്റെ ആഫീസ് പൂർണ്ണമായും പൂട്ടി. കണ്ടോ പോകാൻ ധൃതി പിടിക്കുന്നത്. എങ്ങനെയുണ്ട് പോ? ഒരാശ്വാസം തോന്നുന്നുണ്ട്. കണ്ടോ, ആ പറഞ്ഞ സമയത്ത് മരുന്നുകൂടി വാങ്ങി കഴിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും മാറിയനെ. അതിനാർക്കാ ചായ? ഇതിനും മാത്രം അസുഖം. ഇതുതന്നെയാ അസുഖത്തിന്റെ ലക്ഷണം. കഴിഞ്ഞ ദിവസമൊക്കെ അല്പം ക്ഷീണമുണ്ടായി. ഇപ്പൊ എന്നാ അത്രയും പ്രശ്നമൊന്നും ഇല്ല. എല്ലായിടത്തും ഇപ്പോ പനിയുണ്ടെന്നേ. അത് ഈ പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റത്തിന്റെ പ്രത്യേകതയാ. അതെ. എന്നാലും അങ്ങ് വിഷമിച്ചു പോയി. ഇടയ്ക്കൊക്കെ പനി വരുന്നത് നല്ലതാ. കാരണം ബോഡിയിലടിയുന്ന അഴുക്കൊക്കെ പുറത്തു പോകുമല്ലോ. പൊടിയും മറ്റുമൊക്കെ കുറച്ചു വലുതുമാണോ അന്തരീക്ഷത്തിലുള്ളത്? ഇന്നുകൊണ്ട് പൂർണ്ണമായും മാറിയില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റല് വരെ ഒന്ന് പോകാം, അല്ലേ? അതിനെന്താ, പോകാമല്ലോ. എന്നാ ഞാൻ അല്പം കൂടി വിശ്രമിക്കട്ടെ. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. തോമസ് ഏട്ടനാ? ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ്. വരൂ, അകത്തേക്ക് വരൂ. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട് മോളെ? ഇപ്പൊ കുറവുണ്ട് തോമസ് ഏട്ടാ. അപ്പച്ചൻ? അപ്പച്ചൻ മുറിയിലുണ്ട്. പതിവ് പത്രപാരായണായിരിക്കും. ശരി, ഞാൻ എന്നാ പോയി കണ്ടോളാം. ശരി തോമസ് ഏട്ടാ, ഞാൻ ചായ എടുക്കാം. ചായ? ആഹാ, തോമസോ? ഞാൻ രാവിലെ ഇങ്ങ് പോന്നു. എന്നിട്ട് അസുഖക്കാരിയെ കണ്ടോ? ഇല്ല, അച്ചായനെ കണ്ടിട്ട് കാണാമെന്ന് കരുതി. എന്നാ വാ, നീ അപ്പുറത്തെ മുറിയിലാ ഉള്ളത്. ശരി അച്ചായ. നമ്മളോട് ഇങ്ങോട്ട് അത്യാവശ്യമായിട്ട് വരാൻ വിളിച്ചു പറഞ്ഞ ആളെന്തിയേ? അവന്റെ പറച്ചിൽ കേട്ടപ്പോ ഞാൻ ഓർത്തു അടുത്ത സെക്കൻഡ് ഇവിടെ വരുമായിരിക്കുമെന്ന്. എന്നോടും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. അത് എന്നോടും പറഞ്ഞില്ല. ദേ വന്നു. താമസിച്ചു വരുന്നത് കാണിക്കാനായിരുന്നോ ഞങ്ങളോട് നേരത്തെ വരാൻ പറഞ്ഞത്? അത് ആ സ്ഥലത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എഴുതിയ പേപ്പർ കാണുന്നില്ലായിരുന്നു. ഏത് സ്ഥലത്തെ പറ്റിയുള്ള? ആ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു അല്ലേ? ഇല്ല. ഇന്നത്തേക്കൊന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുമായിരിക്കുമോ? അവൻ പറയട്ടെ. എന്നാ പറയേ.
ഓൾഡ് ഏജ് ഹോം. ചേച്ചിക്ക് നല്ല ക്ഷീണമുണ്ടല്ലേ ചായ? നമ്മുടെ വായനശാലയുടെ അടുത്തുള്ള ആശുപത്രിയിലൊന്ന് കാണിച്ചൂടെ? പോണം തോമസേ, ഇനി വച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ ഡോക്ടർ ഉച്ചയ്ക്ക് അവിടെ വരൂ. അത് സാരമില്ല, ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് ഇറങ്ങിക്കോളാം. കൂട്ടിന് പ്രിൻസ് കാണുമല്ലോ അല്ലേ? പ്രിൻസ് രാവിലെ ഇറങ്ങിയതാ, അവധിയല്ലേ, കൂട്ടുകാരോടൊപ്പം കാണും. പ്രിൻസ് വന്നില്ലെങ്കിൽ അച്ചായ വിളിച്ചാ മതി, ഞാനിങ്ങ് വരാം. ശരി തോമസേ, ആവശ്യം വരികയാണെങ്കിൽ ഞാൻ വിളിച്ചോളാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അച്ചായ. പറ്റുമെങ്കിൽ ഞാൻ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാമോ നോക്കട്ടെ. വളരെ ഉപകാരം തോമസേ. ശരി അച്ചായ, കാണാം. ഗ്രാൻമയ്ക്ക് വയ്യാതായിട്ട് പ്രിൻസ് മോൻ ഒരു കാര്യത്തിനും കൂടിയില്ലല്ലോ. അപ്പച്ചാ, ഒന്നിങ്ങോട്ട് വരണേ. വരുന്നു മോളെ. എന്താ മോളെ? അപ്പച്ചാ, അമ്മച്ചിക്ക് കുറവൊന്നും കാണുന്നില്ലല്ലോ. ആണോ? എന്താ ചെയ്യുക? പ്രിൻസ് മോൻ എത്തിയില്ലേ? മോൻ വരുമ്പോ ചിലപ്പോ താമസിക്കും. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? അത്രയും യാത്ര ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലാണെന്ന് തോന്നുന്നില്ല. നമുക്കെന്നാൽ ഏതെങ്കിലും ഡോക്ടറെ ഇവിടേക്ക് വിളിച്ചാലോ? അതായിരിക്കും അപ്പച്ചാ നല്ലത്. തോമസിന്റെ പരിചയക്കാരനാ നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ. തോമസിനെ ഒന്ന് നോക്കട്ടെ. ശരി അപ്പച്ചാ, എങ്കിൽ പെട്ടെന്നാവട്ടെ. ഹലോ, എന്താ ചായ? ശരി അച്ചായ, ഞാനൊന്ന് നോക്കട്ടെ. ഈ ഓൾഡ് ഏജ് ഹോമിൽ ഒത്തിരി അന്തേവാസികളുണ്ടോ ആദം? എനിക്കതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും അറിയില്ല. നമുക്കേതായാലും അവിടം വരെ ഒന്ന് പോകാം. ഇതല്പം ദൂരെയുള്ള സ്ഥലമാണല്ലോ ആദം. അതിനെന്തോ, നമ്മുടെ കയ്യിൽ സൈക്കിളില്ലേ? എന്നാലും എങ്കിലൊരു കാര്യം ചെയ്യാം, പെർമിഷൻ ഒക്കെ വാങ്ങി നമുക്ക് നാളെ പോയാലോ? എന്നാലും കുഴപ്പമില്ല. അതാണ് അതിന്റെ ശരി. അതെ, വേദനയും വിഷമവുമായി കഴിയുന്ന ഒത്തിരി ഒത്തിരി ആളുകൾ അവിടെ കാണും. നമ്മുടെ ഈ യാത്ര അവർക്കൊരാശ്വാസമാവും. അതെ പ്രിൻസ്. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യം നാളെ നടക്കും. അത് വളരെ നല്ലൊരു കാര്യമാണ് ആദം. അതെ. കർത്താവേ, നന്ദി. നമുക്കെന്നാൽ ഇന്നത്തേക്ക് പിരിഞ്ഞാലോ? അല്ല, അതിനു മുമ്പ് നാളത്തെ പ്ലാൻ ഫിക്സ് ചെയ്യണ്ടേ? എന്ത് പ്ലാൻ? അല്ല, നമ്മൾ അവിടം വരെ പോയാൽ മാത്രം മതിയോ? അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ നൽകണ്ടേ? പക്ഷെ അവിടുത്തെ ആളുകളുടെ എണ്ണമൊന്നും നമുക്കറിയില്ലല്ലോ. ആ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ. എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ ഒരു വിസിറ്റ് പോലെ അവിടെ ചെല്ലാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ആ, അത് മതി പ്രിൻസ്. എങ്കിൽ ആദം, യാത്ര നീ കോർഡിനേറ്റ് ചെയ്യ്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദത്തെ വിളിച്ചറിയിക്കണം കേട്ടോ. ഓക്കെ?
എന്നാൽ വാ, നമുക്കിറങ്ങാം. ഹായ് ഗ്രാൻഡ്പാ. ആ മോനെ, ഇതെവിടായിരുന്നു? ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെയായിരുന്നു ഗ്രാൻഡ്പാ. ആണല്ലേ. നമ്മുടെ വീട്ടിൽ വണ്ടി എന്തെങ്കിലും വന്നിരുന്നോ? ഗ്രാൻഡ്പാ, മുറ്റത്ത് പാട് കിടക്കുന്നല്ലോ. മോന്റെ ഗ്രാൻഡ്മയ്ക്ക് വയ്യാതെ കിടക്കുകയായിരുന്നല്ലോ. അസുഖം കുറച്ചു മുമ്പ് വല്ലാതെ കൂടി. അത് നോക്കാൻ ഡോക്ടർ വന്നിരുന്നു മോനെ. ആ, അത് പറഞ്ഞപ്പോൾ ഓർത്തത്. ഞാൻ നാളെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നുണ്ട്. അവിടെ തീരെ വയ്യാത്തതും അസുഖം ബാധിച്ച ധാരാളം ആളുകൾ ഉണ്ടെന്നേ. അവരെയെല്ലാം ഒന്നുപോയി കാണണം. കൊള്ളാം മോനെ, വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഗ്രാൻഡ്പയുടെ മുഖം അത്ര തെളിഞ്ഞില്ലല്ലോ. അതിന് കാരണം ഗ്രാൻഡ്പ ഒരു കഥയിലൂടെ പറഞ്ഞു തരാം. നിങ്ങളും ശ്രദ്ധിക്കണേ. ഒരിക്കൽ ഒരു യുവതി പള്ളിമേടയിലേക്ക് യാത്ര തിരിക്കുന്നു. വൈദികനെ കാണുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം. അവൾ അദ്ദേഹത്തെ കണ്ട് തന്റെ ആഗ്രഹം അറിയിച്ചു. തനിക്ക് മിഷന് പോകണം. എല്ലാം ശ്രദ്ധയോടെ ശ്രവിച്ച വൈദികൻ 2 ദിവസം കഴിഞ്ഞ് തന്നെ വീണ്ടും വന്ന് കാണുവാൻ അവളോട് പറഞ്ഞു. അവൾ മടങ്ങി. പറഞ്ഞ ദിവസം തന്നെ അവൾ അദ്ദേഹത്തെ കാണാനായി പള്ളിമേടയിലെത്തി. വൈദികൻ അവൾക്കൊരു കവർ എടുത്തു നൽകി. ശേഷം വീട്ടിലെത്തുന്നതുവരെ ഇത് പൊട്ടിക്കരുതെന്ന നിർദ്ദേശവും നൽകി. കൂടാതെ നിന്റെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എവിടെയാണെന്ന് അതിനകത്തുണ്ടെന്നും പറഞ്ഞു. അവൾ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറായി. കത്തുമായി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി കത്ത് പൊട്ടിച്ചു വായിച്ചു. അതിൽ 2 വാക്കുകൾ മാത്രം. നിങ്ങളുടെ അപ്പച്ചൻ. അവൾക്ക് നിരാശ തോന്നി. പക്ഷേ ഒന്നുകൂടെ ചിന്തിച്ചപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. ആരും ശുശ്രൂഷിക്കാനില്ലാത്ത തൻ്റെ അപ്പച്ചനെയാണ് ആദ്യം പരിചരിക്കേണ്ടതെന്ന് അവൾ ഗ്രഹിച്ചു. ശേഷം ആത്മാർത്ഥമായി സ്വന്തം പിതാവിനെ ശുശ്രൂഷിച്ചു കഴിഞ്ഞു. ഗ്രാൻഡ്പാ, ഞാൻ ഗ്രാൻഡ്മയുടെ കാര്യമൊന്നും തിരക്കിയത് പോലുമില്ല. മോന് ആ ബോധ്യം വരാൻ വേണ്ടിയാണ് ഗ്രാൻഡ്പ ഈ കഥ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കൂ ഗ്രാൻഡ്പാ. സാരമില്ല മോനെ, ചെന്ന് ഗ്രാൻഡ്മയെ കാണ്. ഗ്രാൻഡ്മ മോനെ തിരക്കിയിരുന്നു.
ശരി ഗ്രാൻഡ്പാ. ഗ്രാൻഡ്മയ്ക്ക് ഒത്തിരി വിഷമമായി കാണും അല്ലേ ഗ്രാൻഡ്പാ? മോൻ കുഞ്ഞല്ലേ, ഗ്രാൻഡ്മയും ക്ഷമിക്കും, കർത്താവും ക്ഷമിക്കും.